ഹലോ എവറിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ്. ഇന്ത്യയിൽ കുട്ടികൾക്കായി കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത് 2022 ജനുവരി 1. ഇന്ത്യയിൽ 15 to 18 വയസ്സുള്ള വരെയുള്ളവർക്ക് വാക്സിനേഷൻ ആരംഭിച്ചത് ജനുവരി 3, 2022. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ കേന്ദ്രത്തിന്റെ നിറം പിങ്ക്. ഇന്ത്യയിൽ ബൂസ്റ്റർ ഡോസ് ആരംഭിച്ചത് 2022 ജനുവരി 10. എടുക്കുന്നതിനുള്ള കാലയളവ് 39 ആഴ്ച, അതായത് 9 മാസം. ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചത് 2021 ജനുവരി 16. 2021 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? 24.62% ആണ്. 24.62%. 2019 റിപ്പോർട്ട് 24.56% കൂടുകയാണ് ചെയ്തത്. രാജ്യത്തിന്റെ വനവിസ്തൃതിയിലും ഫോറസ്റ്റ് കവർ വനാവരണത്തിലും ട്രീ കവർ 2021 രേഖപ്പെടുത്തിയത് 2261 സ്ക്വയർ കിലോമീറ്ററിന്റെ വർധനവ്. 2021 ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതി വർധനവ് കൂടിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, 647 സ്ക്വയർ കിലോമീറ്റർ. 2021 ഫോറസ്റ്റ് സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. 2021 ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ആകെ വനം 54.7%. 21,253.49 2021 ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാടാണ്, 74.2%. ഏറ്റവും കുറവ് വനം എവിടെയാണത്? ആലപ്പുഴ 5.69%. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ലംഹേദ, ജബൽപൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് ലംഹേദ, ജബൽപൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അതർ എഫക്റ്റീവ് ഏരിയ ബേസ്ഡ് കൺസർവേറ്റീവ് മെഷേഴ്സ് OECM സൈറ്റായി IUCN പ്രഖ്യാപിച്ച പ്രദേശം ആരവല്ലി ജൈവ വൈവിധ്യ ഉദ്യാനം, ഹരിയാനയിലെ ഗുരുഗ്രാമം. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് എക്കോ പാർക്ക് സ്ഥാപിതമായത് ഹോളംബി കലനാണ്. ഹോളംബി കലൻ എന്ന സ്ഥലത്താണ്, ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് സ്ഥാപിതമായത് ഹോളംബി കലൻ, ന്യൂഡൽഹി. ഇന്ത്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നത് എന്നു മുതൽ? 2022 ജൂലൈ 1 മുതൽ. 2022 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മാൻഡസ് ആണ്. 2022 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മാൻഡസ്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ. UAE ആണ് മാൻഡ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. അറബിയിൽ നിധിപ്പെട്ടി എന്നാണ് ഇതിനർത്ഥം. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിൽ ബാധിച്ചിട്ടുണ്ട്. Okay. യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന പദ്ധതി അഗ്നിപഥ്. അഗ്നിപഥ് പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യുന്ന സൈനികർ അറിയപ്പെടുന്നത് എന്ത് പേരിൽ? അഗ്നിവീർ. അഗ്നി പദ്ധതി പ്രകാരം എത്ര വർഷത്തേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ സൈനിക സേവനം? 4. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഓക്കെ. 2020 മെയ് 12 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓക്കെ സമ്പദ് വ്യവസ്ഥ, എക്കോണമി, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, വ്യവസ്ഥിതി, സിസ്റ്റം, ജനസംഖ്യാശാസ്ത്രം, ഡെമോഗ്രഫി, ആവശ്യകത, ഡിമാൻഡ് എന്നീ 5 സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്വാശ്രയ ഇന്ത്യക്കായി സുവ്യക്തമായ ആഹ്വാനം നൽകുകയും ആത്മനിർഭർ ഭാരത് എന്ന പേരിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. 2022 സെപ്റ്റംബറിൽ അരുണാചൽ പ്രദേശിലെ കിബിത്തു സൈനിക താവളം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ജനറൽ ബിപിൻ റാവത്ത്. 2022 സെപ്റ്റംബറിൽ അരുണാചൽ പ്രദേശിലെ കിബിത്തു സൈനിക താവളം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ജനറൽ ബിപിൻ റാവത്ത്. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് തെലങ്കാന.
നമീബിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്ന ദേശീയോദ്യാനം കുനോ നാഷണൽ പാർക്ക്. കുനോ നാഷണൽ പാർക്ക്. ഓക്കെ. പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൽ ചീറ്റകളെ കൊണ്ടുവന്നത് ദക്ഷിണാഫ്രിക്ക. ഓക്കെ. പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൽ ചീറ്റകളെ കൊണ്ടുവന്നത് ദക്ഷിണാഫ്രിക്ക. രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ചീറ്റകളുടെ എണ്ണം എത്രയാണ്? 12. ആദ്യഘട്ടം 8, പിന്നീട് 4 കൂടി. ഇതുവരെയുള്ള ചീറ്റകളുടെ എണ്ണം എത്രയാണ്? 20. പ്രൊജക്ട് ചീറ്റ പദ്ധതി ആരംഭിച്ചത് 2009. വേൾഡ്സ് ഫസ്റ്റ് ഇന്റർ കോണ്ടിനെന്റൽ ലാർജ് വൈൽഡ് കാർണിവോർ ട്രാൻസ്ലോക്കേഷൻ പ്രോജക്റ്റ് ആണ് പ്രൊജക്ട് ചീറ്റ. കുനോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീർ. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ ജമ്മു കാശ്മീരിലെ 20 ജില്ലകൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ജില്ലാ സദ്ഭരണ സൂചിക ഫലത്തിൽ പുറത്തിറക്കി. ജമ്മു, ഡോഡ, സാംബ, പുൽവാമ, ശ്രീനഗർ എന്നിവയാണ് ജില്ലാ സദ്ഭരണ സൂചികയിലെ മികച്ച 5 ജില്ലകൾ. ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റുമായി സഹകരിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് DARPG ആണ് ഈ സൂചിക തയ്യാറാക്കിയത്. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസ്. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസ്. റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രാൻസിലെ ഡാസോ ഏവിയേഷൻ കമ്പനിയുടെ വെർച്വൽ ഡിസൈനിങ് കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിൽ. 2020-21 നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചിക 5th എഡിഷൻ. 2020-21 നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചിക 5th എഡിഷൻ. 19 വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് കേരളം. തമിഴ്നാട്, തെലങ്കാന 2ഉം 3ഉം സ്ഥാനം. 8 ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ത്രിപുര. സിക്കിം, ഗോവ 2ഉം 3ഉം സ്ഥാനം. 2020-21 നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചിക 5th എഡിഷൻ. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ലക്ഷദ്വീപ്, പിന്നിൽ ഡൽഹി. സെക്കൻഡ് ഡൽഹി, ഫസ്റ്റ് ലക്ഷദ്വീപ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെയും ലോക ബാങ്കിന്റെയും സഹകരണത്തോടെ 24 സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 2023 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്തേ LCC. 2023 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്തേ LCC. 2023 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്തേ LCC, ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഈജിപ്ഷ്യൻ സൈന്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. വ്യോമസേനയുടെ നിശ്ചല ദൃശ്യത്തിൽ പങ്കെടുത്ത റാഫേൽ വിമാനത്തിന്റെ ആദ്യ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ്. രാജ്പഥിന്റെ പേര് കർത്തവ്യ പഥ് എന്നാക്കിയ ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് ആണ് 2023 നടന്നത്. പരേഡിൽ നാവികസേനാ സംഘത്തെ നയിച്ച ആദ്യ വനിത കമാൻഡർ ദിശ അമൃത്. കേരളത്തിന്റെ ഫ്ലോട്ടിന്റെ മാതൃക ബേപ്പൂർ ഉരു. 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച ഫ്ലോറിറ്റുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഉത്തരാഖണ്ഡ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. 3ാം സ്ഥാനം ഉത്തർപ്രദേശ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ നാരി ശക്തി. 2022 നവംബറിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള നഗരം കതിഹാർ, ബീഹാർ. ഏറ്റവും മലിനീകരണപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ നഗരം ഡൽഹിയാണ്. 2022 ഇന്ത്യയിലെ ആദ്യ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയി യുനെസ്കോയുടെ ശാസ്ത്ര സംഘടനകളിലൊന്നായ IUGS അംഗീകരിച്ച ഗുഹ
മൗലു ഗുഹയാണ്. മൗലു ഗുഹ, മേഘാലയ. മൗലു ഗുഹ, മേഘാലയ. രാജ്യത്തെ ആദ്യ AI ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് ആരംഭിച്ചത് ബംഗളൂരു. രാജ്യത്തെ ആദ്യ ഉരുക്ക് നിർമ്മിത റോഡ് നിലവിൽ വന്നത് സൂറത്ത്, ഗുജറാത്ത്. റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബ്ബ് ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂർ. റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബിന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? ക്രിസ് ഗോപാലകൃഷ്ണൻ. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ FAO 2021 ലോകത്തിലെ ട്രീ സിറ്റികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം മുംബൈയാണ്. മുംബൈ. ട്രീ സിറ്റി എന്ന ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ നഗരം മുംബൈയാണ്. ആദ്യ നഗരം ഹൈദരാബാദ്. 2022 ഒക്ടോബറിൽ ബ്ലൂ ഫ്ലാഗ് ബീച്ച് ബഹുമതി ലഭിച്ച ഇന്ത്യയിലെ ബീച്ചുകൾ: മിനിക്കോയ്, തുണ്ടി, കടമത്ത്, ലക്ഷദ്വീപ്. മിനിക്കോയ്, തുണ്ടി, കടമത്ത്, ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളുടെ എണ്ണം നിലവിൽ 12 ആണ്. ക്ഷയരോഗികൾക്ക് മരുന്ന്, ആഹാരം, തൊഴിൽ, മാന്യമായ ജീവിത സാഹചര്യം എന്നിവ ഉറപ്പാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 2022 സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച പദ്ധതി നിക്ഷയ് മിത്ര. നിക്ഷയ് മിത്ര. കമ്മ്യൂണിറ്റി സപ്പോർട്ട് ടു TB പേഷ്യൻസ്, നിക്ഷയ് മിത്ര. നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ഗ്രാമമായി മാറിയത് മൊതേര, മൊഹസാന, ജില്ല, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ഗ്രാമമായി മാറിയത് മൊതേര, മെഹസാന, ജില്ല, ഗുജറാത്ത്. 2022 ഒക്ടോബറിൽ പരിവർത്തിത ദളിതർക്ക് പട്ടികജാതി പദവി നൽകുന്ന വിഷയം പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച 3-അംഗ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? KG ബാലകൃഷ്ണൻ, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഡോക്ടർ രവീന്ദ്ര കുമാർ ജെയിൻ, മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ. സുഷമ യാദവ്, UGC അംഗം എന്നിവരാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. 5G സേവനം ഇന്ത്യയിൽ ആരംഭിച്ചത് എന്ന് 2022 ഒക്ടോബർ 1. 2022 ഒക്ടോബർ 1. 13 നഗരങ്ങളിലാണ് ആദ്യഘട്ട സേവനം: ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, പൂനെ, ലക്നൗ, ചണ്ഡീഗഡ്, അഹമ്മദാബാദ്, ഗാന്ധിനഗർ, ജാംനഗർ, ഗുരുഗ്രാം. ഓക്കെ. ഇവിടെ ഈ നഗരങ്ങളിലാണ് 5G സേവനം വന്നത്, ആദ്യഘട്ട സേവനം ഉള്ളത്. ഓക്കെ. ഇന്ത്യയിലെ ഹർ ഘർ ജൽ സർട്ടിഫൈഡ് ആയ ആദ്യ ജില്ല ബുർഹാൻപൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഹർ ഘർ ജൽ സർട്ടിഫൈഡ് ആയ ആദ്യ ജില്ല ബുർഹാൻപൂർ, മധ്യപ്രദേശ്. ജൽ ജീവൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹർ ഘർ ജൽ സർട്ടിഫൈഡ് സംസ്ഥാനം ഏത്? ഗോവ. കേന്ദ്ര സർക്കാരിന്റെ ഹർ ഘർ ജൽ പദ്ധതി വിജയകരമായി നടപ്പാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു. ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു. Thank you so much for listening. We will see you next video.